ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ട്രാവൽ ആൻഡ് ഫുഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് ഗോബി 65 ആണ്. എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് കുറച്ച് വെള്ളം തിളയ്ക്കാനായിട്ട് അടുപ്പത്ത് വെക്കാം. കോളിഫ്ലവർ ചൂടുവെള്ളത്തിലിട്ട് കഴുകിയെടുക്കാൻ വേണ്ടിയാണിത്. ഞാനിവിടെ ഒരു 1/4 കിലോ കോളിഫ്ലവറാണ് എടുത്തേക്കുന്നത്. അത് ഇതളുകളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കോളിഫ്ലവർ ചൂടുവെള്ളത്തിലിട്ടിട്ട് എടുക്കാം. 1 മിനിറ്റ് നേരം ചൂടുവെള്ളത്തിൽ മുക്കിയിടണം കോളിഫ്ലവർ. ഈ കോളിഫ്ലവറിനുള്ളിൽ ചെറിയ പുഴുക്കളൊക്കെ ഉണ്ടാവും. അതൊക്കെ പോകുന്നതിന് വേണ്ടിയാണ് നമ്മൾ ചൂടുവെള്ളത്തിനകത്ത് കോളിഫ്ലവർ ഇട്ട് വെക്കുന്നത്. ഇനി കോളിഫ്ലവർ വെള്ളത്തിൽ നിന്ന് നമുക്ക് വാരിയെടുത്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് കോളിഫ്ലവർ മുക്കി പൊരിക്കാനുള്ള ബാറ്റർ റെഡിയാക്കാം. അതിലേക്ക് 1 കപ്പ് മൈദ ഞാൻ എടുത്തിട്ടുണ്ട്. 1/4 കപ്പ് കോൺഫ്ലവർ, ഇത് മല്ലിയിലയും കറിവേപ്പിലയും കൂടെ അരിഞ്ഞതാണ്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലിയാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ, 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ്. ഇനി നമുക്കിത് മിക്സ് ചെയ്യാം. അതിനുശേഷം ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ചേർക്കാം. ഇനി നമുക്ക് കുറേശ്ശെ വെള്ളമൊഴിച്ച് ഇത് മിക്സ് ചെയ്തെടുക്കാം. ഞാനിതിലേക്ക് ഏകദേശം 1.25 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു തിക്ക് ബാറ്ററായിട്ടാണ് നമുക്കിത് കിട്ടിയേക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് കോളിഫ്ലവർ ആഡ് ചെയ്യാം. ഇനി നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്ത ശേഷം ഒരു 10 മിനിറ്റ്സ് നമുക്ക് മാറ്റി വെക്കാം. അതിന് ശേഷം നമുക്ക് എണ്ണയിലിട്ട് വറുത്തെടുക്കാം. ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെക്കാം. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായ ശേഷം കോളിഫ്ലവർ ഓരോന്നോരോന്നായിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇടാം. ഒരു 2 മിനിറ്റ് ഫ്രൈ ചെയ്ത ശേഷം നമുക്കിത് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിടാം. ഒരു 7-8 മിനിറ്റ് ഫ്രൈ ചെയ്ത ശേഷം നമുക്കിത് കോരിയെടുക്കാം. അതിനുശേഷം പിന്നെയും ഒന്നുകൂടെ എണ്ണയിലിട്ട് വറുത്തെടുക്കേണ്ടതാണിത്. എന്നാലും നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. ഇനി ഞാൻ രണ്ടാമത് ഒന്നുകൂടി അതേ എണ്ണയിൽ വറുത്തെടുക്കാൻ പോവുകയാണ്. ഒരു 2-3 മിനിറ്റ് മാത്രം വറുത്താൽ മതിയാവും. ഇനി നമുക്കിത് കോരിയെടുക്കാം. നമ്മുടെ ഗോബി 65 റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം, കമൻറ്റ് ചെയ്യാം. ഗാർണിഷ് ചെയ്യാൻ വേണ്ടി 2-3 പച്ചമുളക് മുറിച്ചതും കറിവേപ്പിലയും കൂടി നമുക്ക് അതേ എണ്ണയിൽ ഒന്ന് വറുത്തെടുക്കാം. എന്നിട്ട് നമ്മുടെ ഗോബി 65ൻ്റെ മുകളിൽ വെറുതെ വിതറിയിടാം.